നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരം പൂജപ്പുരയിൽ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലെ മുഖ്യ പ്രാസംഗികൻ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു. പൂജപ്പുര രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം വേദിയിലുണ്ടായിരുന്നു. CPMൻ്റെ അണികളൊക്കെ ഈ പരിപാടി കാണാനും ബേബിയുടെയും മറ്റും പ്രസംഗം കേൾക്കാനുമൊക്കെ അവിടെയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു യുവതി തൻ്റെ കുഞ്ഞുമായി നിൽക്കുന്നു. ഈ യുവതിയെ ആരും ഗൗനിക്കുന്നില്ല. ചിലരൊക്കെ വന്ന് യുവതിയോട് പരിചയം പുതുക്കുന്നു, മറ്റു ചിലരൊക്കെ യുവതിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ ഈ യുവതിയെ ആരും ഗൗനിക്കുന്നില്ല. എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി ആ യുവതി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ വേദനയോടുകൂടി മാത്രമേ കാണാൻ കഴിയൂ. അവരുടെ വീട്ടുകാർക്ക്, നാട്ടുകാർക്കല്ല, അവരുടെ വീട്ടുകാർക്ക് വേദനയോടുകൂടി മാത്രമേ കാണാൻ കഴിയൂ. ആരായിരിക്കും ആ യുവതി എന്നാണെങ്കിൽ ആ യുവതിയാണ് തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയറും അഹങ്കാരത്തിൻ്റെ അവസാന വാക്കുമായ സച്ചിൻ ദേവ് MLAയുടെ മുൻ MLA സച്ചിൻ ദേവിൻ്റെ ഇപ്പോൾ ബാലുശ്ശേരിയിൽ വീണ്ടും മത്സരിക്കുന്ന സച്ചിൻ ദേവിൻ്റെ ഭാര്യയായ ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രനാണ് ഇത്ര അണികൾ പോലും അവഗണിക്കപ്പെട്ട നിലയിൽ പൂജപ്പുരയിലെ പാർട്ടി പരിപാടിയിൽ റോഡരികിൽ തൻ്റെ കുഞ്ഞുമായി ഒരു സാധാരണ വ്യക്തിയെപ്പോലെ നിന്നത്. ഒരു 6-7 മാസം പിന്നിലേക്ക് പോയി നോക്കൂ. എങ്ങനെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റം? എന്തായിരുന്നു അവരുടെ ധാർഷ്ട്യം? അതായത് അണികൾക്ക് പോലും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് പോലും വെറുപ്പാണ് എന്നാണ് അതിനർത്ഥം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകിയില്ല. അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ആര്യയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്നുള്ളതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നത് പോയിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറക്കാൻ പോലുമുള്ള ധൈര്യം CPMന് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ആര്യ അവഗണിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് സച്ചിൻ ദേവിന് ബാലുശ്ശേരിയിൽ വീണ്ടും മത്സരിക്കാനുള്ള അവസരം കിട്ടുന്നത്. ആര്യ രാജേന്ദ്രനും അവിടെ പ്രചാരണത്തിനായി പോകും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടന്നു, പരിഹസിക്കലൊക്കെ നടന്നു. കാരണം ആര്യ അവിടെ ബാലുശ്ശേരിയിൽ ചെന്ന് പ്രചാരണം നടത്തിയാൽ സച്ചിൻ ദേവിന് കിട്ടാവുന്ന വോട്ട് കൂടി നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു അണികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകളായി പങ്കുവച്ചത്. ഇന്നലത്തെ പരിപാടി MA ബേബിയുടെ പ്രസംഗം തന്നെ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുപോയി. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. വീണ്ടും പലരും പ്രസംഗിച്ചു. ഒടുവിൽ ഈ പ്രസംഗം അവസാനിച്ച് നേതാക്കൾ വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞുമായി ആര്യ നടന്നകന്നു പോയി. 21-കാരിയായ മേയർ എന്നുള്ള നിലയ്ക്കാണ് ഒരു വലിയ സംഭവം, മഹാസംഭവം ചെയ്യുന്നു എന്നുള്ള നിലയിൽ CPM ആര്യയെ ഈ തിരുവനന്തപുരം മേയറായി അവരോധിച്ചത്. പിന്നീട് നമ്മൾ കണ്ടതാണ് 5 വർഷം ആര്യ രാജേന്ദ്രൻ്റെ ഒരു തേർവാഴ്ചയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. എന്ന് മാത്രമല്ല 45 വർഷത്തോളം ഇടതുപക്ഷം കൈക്കുള്ളിൽ ഒതുക്കി വെച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭ ആര്യ BJPക്ക് ദാനമായി നൽകുകയും ചെയ്തു. അവിടെ കാവിക്കൊടി പാറി. ഇനി എന്തായാലും ഈ ജന്മത്ത് അവിടെ BJP അല്ലാതെ മറ്റാരും അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് ആര്യ തിരുവനന്തപുരം നഗരത്തിൻ്റെ പടിയിറങ്ങിയത്. ആ ആര്യയെ ഇന്ന് പാർട്ടിക്ക് വേണ്ടാതായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരെവിടെ പോയി കഴിഞ്ഞാലും ഔദ്യോഗിക വാഹനമുണ്ട്, അംഗരക്ഷകരുമുണ്ട്, ഡ്രൈവറുണ്ട്, പോലീസുകാരുണ്ട്, അണികളുണ്ട്, അങ്ങനെ പലരും ഇവരോടൊപ്പമുണ്ട്. ഇവരെവിടെ പോയി കഴിഞ്ഞാലും ആൾക്കൂട്ടം ചുറ്റുമുണ്ട്. അന്ന് ആര്യ രാജേന്ദ്രൻ ഒരുപാട് അഹങ്കരിച്ചു. താൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് അഹങ്കരിച്ചു. അതിൻ്റെ ഫലമാണ് യദു എന്ന് പറയുന്ന ഒരു പാവം KSRTC ബസ്സിൻ്റെ ഡ്രൈവറെ ആ ബസ് തടഞ്ഞു നിർത്തി അയാളെ കേസിൽ കുടുക്കി അയാളെ നരകയാതന അനുഭവിപ്പിച്ച് അയാളുടെ പണി കളഞ്ഞ് വീട്ടിലിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പൊതുജനം കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പൊതുജനങ്ങൾ മാത്രമല്ല, ഈ പാർട്ടിയുടെ അണികൾ പോലും ഈ ആര്യ രാജേന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വെളിവാകുന്നത്. മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നതാണ്. പക്ഷേ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള തിരുവനന്തപുരം ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ SFIയിലൂടെ രംഗത്ത് വരികയും പല സമരങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് വലിയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് പാർട്ടി പരിപാടി നടക്കുന്നിടത്ത് അധികാരത്തിൽ നിന്നിറങ്ങി മാസങ്ങൾ കഴിയുമ്പോൾ 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ പാർട്ടി പരിപാടി നടക്കുന്നിടത്ത് MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇരിക്കുന്ന വേദിയുടെ ദൂരെ മാറി നിന്ന് ഒരു അനാഥയെ പോലെ, ആർക്കും വേണ്ടാത്തവളെ പോലെ നിന്ന് വീക്ഷിക്കുന്ന ഒരു രംഗം
സത്യം പറഞ്ഞാൽ മനസ്സിന് വളരെ സന്തോഷം തോന്നിയ ഒരു രംഗമാണ്. നമ്മൾ എല്ലാവരോടും സഹാനുഭൂതി കാണിക്കണം. നമുക്ക് എല്ലാവർക്കും അധികാരം ഉണ്ടായെന്ന് വരില്ല. ഈ അധികാരത്തിൽ കയറ്റിയിരുത്തുന്നത് ജനങ്ങളാണ്. അപ്പോൾ നമ്മുടെ താഴേക്കിടയിലുള്ളവരോട് ഒരിക്കലും നമ്മൾ ഒരു ദാക്ഷ്യത്തോടുകൂടി പെരുമാറരുത്. എപ്പോഴും അവരോട് കരുണ തന്നെ കാണിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അധികാരവും പണവും ഒന്നും കിട്ടിയെന്ന് വരില്ല. അതൊക്കെ കിട്ടിയവൻ കിട്ടാത്തവൻ, ഇല്ലാത്തവനോട്, സ്വാധീനമില്ലാത്തവനോട്, സാമ്പത്തികമില്ലാത്തവനോട് ഒരു കരുണ കാണിക്കണം. അതാണ്. അപ്പോൾ യദുവിൻ്റെ കാര്യത്തിൽ പോലും അതുണ്ടായില്ല എന്നുള്ളതാണ്. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യദുവിൻ്റെ ബസ് തടഞ്ഞു നിർത്തുന്നു. അയാളെ അന്ന് രാത്രി മുഴുവൻ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. മാപ്പ് പറയാൻ യദു വിളിച്ചപ്പോൾ പോലും അത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതിനുശേഷം രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തി പോലീസ് കേസൊക്കെ തിരിച്ചു മറിച്ചു. അവസാനം യദു KSRTCയുടെ പുറത്തായി. അതിനുശേഷം അയാൾ സ്വകാര്യ ബസ് ഓടിക്കാൻ പോയി. അവിടെയും CPM-കാരുടെ ഭീഷണി എത്തിയെന്ന് യദു ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ ഒരു ബോയിയായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നലെ കണ്ട കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു, ഒരു കാഴ്ചയായിരുന്നു അത്. ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ അനാഥയെ പോലെ വന്നു നിന്ന് സ്വന്തം പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണുന്ന ഒരു കാഴ്ച. ആരും സംസാരിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ഗൗനിക്കുന്നില്ല. ഒടുവിൽ അനാഥയെ പോലെ കുട്ടിയെയും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ആര്യ രാജേന്ദ്രൻ്റെ ചിത്രം അതെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര വലിയ നേതാവായിരുന്നാലും ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നുമല്ല എന്ന് ഈ നേതാക്കൾ മനസ്സിലാക്കണം. അധികാരം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആണികൾ ഉൾപ്പെടെയുള്ളവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ വെറും ശൂന്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇനി ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്നാണ് നമുക്ക് ഇന്നലത്തെ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിക്ക് പോലും അവരെ വേണ്ടതായിരിക്കുന്നു.